ഒരു സന്തോഷ വാർത്ത പറയാനാണ്. ഞങ്ങൾക്കും കിട്ടി. BJP ഗവൺമെന്റ് പ്രതിപക്ഷത്തിന് എന്താണോ കൊടുക്കുന്ന ആ അവാർഡ് ഞങ്ങൾക്കും കിട്ടി. ഞങ്ങളെയും സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് നിങ്ങൾ പത്രങ്ങളെ കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്തു നിർത്തി ഇന്ത്യ ഭരിക്കാൻ, ഏകപക്ഷീയമായി ഇന്ത്യ ഭരിക്കാൻ മനസ്സ് കാണിക്കുന്ന ആ മനസ്സിൻ്റെ വൈകൃതത്തെക്കുറിച്ച് ഈ നാട് ചിന്തിക്കണമെന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ മതി, മറ്റാരും വേണ്ട എന്ന ധിക്കാരത്തിൻ്റെ പുറത്താണ് ഈ തീരുമാനമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊരു ജനാധിപത്യത്തിൻ്റെ സ്വഭാവമല്ല, അതൊരു ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യമല്ല, അതൊരു ജനാധിപത്യത്തിൻ്റെ ആവർത്തനമല്ല. അതൊരു ഏകാധിപത്യ പാർട്ടിയുടെയും ഏകാധിപത്യ ശക്തിയുടെയും ഏകാധിപത്യ പ്രവണതയുടെയും പ്രതിഫലനമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പോരാട്ടം തുടരാൻ ഞങ്ങൾ മനസ്സുകൊണ്ട് ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അവരാണ് ആ ധർമ്മം. നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം എന്ന സന്ദേശമാണ് നമുക്ക് ഈ നടപടിയിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്നത്. ആ നടപടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ അതിനെതിരായി പോരാട്ടം തുടരും. ആ പോരാട്ടത്തിൻ്റെ അകത്ത് ഞങ്ങളെ തളർത്താനും ഞങ്ങളെ ഇല്ലാതാക്കാനും ഞങ്ങളെ തലതാഴ്ത്തിക്കാനും ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധിക്കില്ല. BJP എന്നല്ല, ഒരു രാഷ്ട്രീയ ശക്തിക്കും ഇന്ത്യയിൽ സാധിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യവുമായി മുമ്പോട്ട് പോകും. ജനാധിപത്യ മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഏത് പ്രതിസന്ധി അതിജീവിക്കാനുമുള്ള മനക്കരുത്താർജിച്ചവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെ ഇതൊന്നും കാട്ടി, ഈ ഇമ്പാച്ചിയൊന്നും കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്താനും തളർത്താനും ഈ BJP ഗവൺമെന്റിന് സാധിക്കില്ല എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇപ്പോ ഈ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക എല്ലാ MP-മാരും പുറത്തെത്തി കഴിഞ്ഞു. MK രാഘവൻ ഒഴിച്ച് ബാക്കി എല്ലാവരുമായി. UDF-ന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിയും MK രാഘവൻ, പിന്നെ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇനിയിപ്പോഴുള്ള സഭയിൽ നിർണായകമായ പല ബില്ലുകളും വരാനുണ്ട്. പ്രധാനമായി വിത്തൗട്ട് ഡിസ്കഷൻ അവർ പാസ്സാക്കും. അതാണ് അവരുടെ ലക്ഷ്യവും. ഒരുപാട് ബില്ലുകൾ പാസ്സാക്കാനുണ്ട്. അത് വലിയ പ്രശ്നങ്ങളൊന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ, പ്രതിരോധമില്ലാതെ പാസ്സാക്കിയെടുക്കാനുള്ള എളുപ്പവഴി ഞങ്ങളെയൊക്കെ പുറത്താക്കുക, കെട്ടിയെടുത്ത് ഞങ്ങളെ പുറത്തു കളയുക എന്നതാണ്. അതവർ നടപ്പിലാക്കിയിരിക്കുന്നു. അതൊരു ജനാധിപത്യത്തിൻ്റെ അറും കൊലയാണ് എന്ന് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല.